സീറോ റേറ്റ് റെസിഡൻഷ്യൽ ബില്ലിംഗ് സീറോ റേറ്റ് ആണോ? ഇല്ലായിരുന്നോ അതിനകത്ത്? റെസിഡൻഷ്യൽ ബില്ലിംഗ് 3 ഇയേഴ്സിന്റെ ആദ്യം സെയിൽ ആണെങ്കിൽ 0 അല്ലെങ്കിൽ എക്സിറ്റ്. അല്ലെങ്കിൽ എക്സിറ്റ് 3 ഇയേഴ്സിനുള്ളിൽ നമുക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് പണിത് 3 ഇയേഴ്സിനുള്ളിൽ തന്നെ നമ്മളത് ഫസ്റ്റ് സെയിൽ ചെയ്യുകയാണെങ്കിൽ സീറോ റേറ്റും അല്ലെങ്കിൽ എക്സംപ്റ്റോ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സംപ്റ്റോ. സെക്കൻഡ് സെയിൽ ആണെങ്കിലോ അല്ലെങ്കിൽ 3 ഇയേഴ്സിന് മുകളിലാണെങ്കിലോ എക്സംപ്റ്റോ. ഓക്കെ, അതാണ് നമ്മൾ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ സെയിൽ ഓഫ് ബെയർലാൻഡിനകത്ത് വരുന്നുണ്ടായിരുന്നു. സെയിൽ ഓഫ് ബെയർലാൻഡ് സ്റ്റാൻഡേർഡ് റേറ്റ് ആണോ, സീറോ റേറ്റ് ആണോ, എക്സംപ്റ്റ് ആണോ സെയിൽ ഓഫ് ബെയർലാൻഡ്? എല്ലാവരും വീഡിയോ ആണെങ്കിൽ സജിത്ത്, ശ്രീലക്ഷ്മി, അബ്രാമി, സഫാൻ, മൊബീൽ, അൽഫാൻ, ഫാഹിം, ഹുസൈന. ബെയർലാൻഡ് എക്സംപ്റ്റ് ആണ്. പിന്നെ നമ്മൾ നോക്കിയിട്ടുള്ളത് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയിരുന്നു. കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ എന്തായിരുന്നു? കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് അവിടെ വാറ്റ് വരുന്നുണ്ട്, 5% വാറ്റ് വരുന്നുണ്ട്. ഈ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ്. ഓക്കെ, നമുക്കപ്പോ ബാലൻസ് പിന്നെ നമ്മൾ ഈ റെന്റിൽ കൊടുക്കത്തില്ല, അതില്ലല്ലോ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. റെന്റിന്റെ നമുക്കിപ്പോ റെന്റിന് കൊടുക്കുന്നത് കൊമേഴ്ഷ്യൽ പർപ്പസിനാണെങ്കിൽ നമുക്ക് എന്തായാലും വാറ്റ് വരുന്നുണ്ട്. റെസിഡൻഷ്യലിലും താമസിക്കാനല്ലേ, ബിസിനസ് ആവശ്യമല്ലല്ലോ. നമ്മൾ ഏറ്റവും ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചില്ലായിരുന്നോ? ബിസിനസ് ആവശ്യത്തിന് മാത്രമേ വാറ്റ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, നമുക്കപ്പോ ജസ്റ്റ് ഒന്ന് ഹെഡിങ് എഴുതി നോക്കാം. നമ്മൾ എന്ത് നോക്കാൻ പോകുന്നത് ഹെൽത്ത് കെയർ സെക്ടർ ആണ്. ഹെൽത്ത് കെയർ സെക്ടറിനകത്ത് വാറ്റിന്റെ ആപ്ലിക്കബിലിറ്റി എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഹെൽത്ത് കെയർ സെക്ടർ. ഓക്കെ, ഹെൽത്ത് കെയറിനകത്ത് നോക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് വാറ്റിന്റെ ആപ്ലിക്കബിലിറ്റി? ഫസ്റ്റ് തന്നെ ഹെൽത്ത് കെയർ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം അതിനകത്ത് വരുന്നതാണ്. ക്ലിനിക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. പക്ഷെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനായിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ ലൈസൻസ് ഉള്ളതിന് മാത്രമായിട്ട് വരുന്ന ഹെൽത്ത് കെയർ സെക്ടറിന് 0% വാറ്റ് ആയിരിക്കും. ഓക്കെ, സീറോ റേറ്റിനകത്താണ് വരുന്നത്. മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ ലൈസൻസ് ഉള്ള ഫാർമസി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ഡോക്ടർ, നഴ്സ്, ടെക്നീഷ്യനോ ഇങ്ങനെ ഉള്ളവരായിക്കോട്ടെ, ഡെന്റിസ്റ്റോ, ഫാർമസി നടത്തുന്നവരോ എന്തോ ആയിക്കോട്ടെ, അവർക്ക് ലൈസൻസ് വേണം. എന്തിന്റെയാണ്? മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് അവർ ബില്ല് ചെയ്യുമല്ലോ. ബില്ല് ചെയ്യുമ്പോൾ ആ ഒരു സർവീസിനൊക്കെ ബില്ല് ചെയ്യുമ്പോൾ വാറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. 0% വാറ്റ് ആയിരിക്കും. അപ്പൊ ഹെൽത്ത് കെയറിനകത്ത് 0% വാറ്റ് ആണ് വരുന്നത്. പക്ഷെ അവിടെ ഉള്ളൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ആ ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ, ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡോക്ടറോ, നേഴ്സോ, ടെക്നീഷ്യനോ, ഡെന്റിസ്റ്റോ, ഫാർമസിയോ ആയിക്കോട്ടെ, ഇവര് ലൈസൻസ് ഉള്ളവരായിരിക്കണം. എന്തിന്റെ ലൈസൻസ് ആണ്? മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ ലൈസൻസ്. നമ്മൾ ആദ്യം മിനിസ്ട്രി ഓഫ് ഫിനാൻസ് എന്താണെന്ന് പഠിച്ചിരുന്നു. അതേപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ ലൈസൻസ് ഉള്ള ഒരു പാർട്ടി ആണെങ്കിൽ അവർക്ക് 0% വാറ്റ് ആയിരിക്കും വരുന്നത്. ഹെൽത്ത് കെയർ ബോഡി എന്തോ ആയിക്കോട്ടെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ, ഡോക്ടറോ, നേഴ്സോ, ടെക്നീഷ്യനോ, ഡെന്റിസ്റ്റോ, ഫാർമസിയോ അങ്ങനെയുള്ളതായിക്കോട്ടെ, അവർക്ക് ലൈസൻസ് വേണമെന്നാണ് പറയുന്നത്. മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ ലൈസൻസ്. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും? 0% വാറ്റ് ആയിരിക്കും വരുന്നത്. അപ്പൊ ഹെൽത്ത് കെയർ സർവീസ് എന്ന് പറയുമ്പോൾ സർവീസ് മാത്രമല്ല, അത് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ഗുഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് റിലേറ്റ് ചെയ്ത് വരുന്ന വേറെ സർവീസുകളൊക്കെ ഉണ്ടാവും. അതും എന്താണ്? 0% വാറ്റ് ആയിരിക്കും. സപ്ലൈ ഓഫ് ബേസിക് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ സർവീസസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മളുടെ എന്താണ് അതിന് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. അത് റിലേറ്റ് ചെയ്ത് വരുന്ന ഗുഡ്സ് സർവീസ് ഒക്കെ ഉണ്ടാവും. നമ്മളുടെ പ്രൈമറി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഹെൽത്ത് കെയർ ആണ്. അത് റിലേറ്റ് ചെയ്ത് വരുന്ന ആക്ടിവിറ്റീസിന് 0% ആയിരിക്കും വാറ്റ് വരുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സീറോ റേറ്റഡ് എന്ന് പറയാനായിട്ട് നമുക്ക് എന്താണ് വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. വാക്സിനേഷൻ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഓഫ് ഇഞ്ചുറിക്കൊക്കെ വരുന്ന ട്രീറ്റ്മെന്റുകൾ, അല്ലെങ്കിൽ ഇപ്പൊ മെഡിസിൻ നമുക്ക് ബേസിക് ആയിട്ട് വരുന്ന കുറെ മെഡിസിൻസ് ഒക്കെ ഉണ്ടാവും. ഈ എന്താണ് ഇതിലേക്കില്ലേ പറയാമല്ലോ, ആന്റിബയോട്ടിക്സ് ഒക്കെ പോലത്തെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും
സീറോ റേറ്റ് ആയിരിക്കും വരുന്നത്. പിന്നെ സീറോ റേറ്റ് അല്ലാത്ത കേസ് വരുന്നുണ്ട് അവിടെ. ഓക്കെ, സീറോ റേറ്റ് അല്ലാത്ത കേസ് വരുന്നുണ്ട്, അത് നമുക്ക് പറയാം. അപ്പൊ ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾക്ക് എല്ലാത്തിനും എന്താണ് നമുക്ക് സീറോ റേറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ 2 കണ്ടീഷൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്, മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് അതിന്റെ ലൈസൻസ് എന്തായാലും വേണം. അതേപോലെ തന്നെ ഞാൻ ഈ ഒരു ആക്ടിവിറ്റി, ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വലിനായിരിക്കണം. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, റിലേറ്റഡ് ടു ദ വെൽബീയിങ് ഓഫ് എ ഹ്യൂമൻ ബീങ്. ആ ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ വെൽബീങ്ങിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം ഞാൻ ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിലാണ് അത് സീറോ റേറ്റ് എന്നുള്ള രീതിയിൽ വരാം. വാക്സിനേഷൻ, ഒരു ഇഞ്ചുറിക്ക് പറ്റുന്ന ട്രീറ്റ്മെന്റുകളാവാം, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഫാർമസിയിലൊക്കെ ഒരു പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ കിട്ടുന്ന എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു മെഡിക്കൽ എക്യുപ്മെന്റ്സ്, ആ മെഡിക്കൽ എക്യുപ്മെന്റ് ആ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും, മെഡിസിൻസ് ഉണ്ടാവും, എന്തെങ്കിലും ടെസ്റ്റ് ലാബുകളുടെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ല ലാബിന്റെ ഒക്കെ. അപ്പോ എന്താണ് മിനിസ്റ്റർ ഓഫ് ഹെൽത്തിന്റെ കീഴിൽ വരുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇതേപോലത്തെ. ഇതെല്ലാം എന്താണ് നമുക്ക് സീറോ റേറ്റിനകത്തായിരിക്കും വരുന്നത്. അപ്പൊ അവിടെ വേറൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സീറോ റേറ്റ് അല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് അത്യാവശ്യമല്ലാത്ത ഹെൽത്ത് കെയർ സർവീസുകളാണ്. നമുക്ക് അത്യാവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പനി വരുമ്പോൾ ചികിത്സിക്കണം, നമുക്കൊരു ഇഞ്ചുറി പറ്റിയാൽ ചികിത്സിക്കണം, ഒരു സർജറി വരുമ്പോൾ അത് ചെയ്യണം. ഇതെല്ലാം നമുക്ക് എന്താണ് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാതെ നമുക്കിപ്പോ ഒരു ബ്യൂട്ടിഫിക്കേഷന്റെ കാര്യമായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ എന്താ ചെയ്യുക, നമുക്കൊരു പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്യില്ലേ, കോസ്മെറ്റിക് സർജറി ഒക്കെ ചെയ്യില്ലേ, നമുക്ക് ഭംഗി കൂട്ടാനായിട്ട് മറ്റേ ലിപ് ഫില്ലേഴ്സ് ഒക്കെ ചെയ്യില്ലേ, അല്ലെങ്കിൽ ഇപ്പൊ നോസിന്റെ ആ ഒരു ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ജോ ലൈൻ ഒക്കെ ചെയ്യുന്ന കുറെ ടൈപ്പ് ഓഫ് സർജറീസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഭംഗി കൂട്ടാനായിട്ടൊക്കെ വേണ്ടി കുറെ പേരൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒന്നും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇതല്ല. അതുകൊണ്ട് തന്നെ അതിനെല്ലാത്തിനും ടാക്സ് വരും, സ്റ്റാൻഡേർഡ് റേറ്റ് വരും. നമുക്ക് ബേസിക് ആയിട്ടുള്ള, നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും സീറോ റേറ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഒരു ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു മെഡിസിൻ അല്ല, അതിനകത്ത് ഇപ്പൊ ഒരു മസാജ് സ്പാ സെന്റർ ഒക്കെ ഉണ്ടല്ലോ, അവിടെ എന്തായാലും റേറ്റുകൾ വരും, 5% റേറ്റ് വരും. അതൊന്നും ഹെൽത്ത് കെയർ സർവീസ് എന്നുള്ളതിന്റെ അണ്ടറിനകത്ത് വരുന്നില്ല. അതേപോലെ തന്നെ ഇപ്പൊ ഒരു ഹെൽത്ത് ക്ലബിന്റെ മെമ്പർഷിപ്പ് ഒക്കെ ആണെങ്കിലും അതൊന്നും സീറോ റേറ്റിൽ വരുന്നതല്ല. അതെല്ലാം 5% സ്റ്റാൻഡേർഡ് റേറ്റിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഈ ലൈസൻസ് ഇല്ലാത്ത, മിനിസ്റ്റർ ഓഫ് ഹെൽത്തിന്റെ ലൈസൻസ് ഇല്ലാത്ത സ്ഥലങ്ങളെല്ലാവരും 5% സ്റ്റാൻഡേർഡ് റേറ്റിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോ ഹെൽത്ത് കെയർ സെക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു ആശുപത്രി ഉണ്ടെന്ന് വെച്ചാൽ, ആ ആശുപത്രി ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിനകത്ത് നിങ്ങളൊരു ഡോക്ടർ, ആ ഡോക്ടറൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കുറെ സർവീസുകളൊക്കെ ഉണ്ടാവും. ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനകത്ത് വാറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, ആ ഡോക്ടർ വാറ്റ് കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതൊരു മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ആണെങ്കിൽ നമുക്ക് അതൊരു പെർഫോം ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വലിനാണെങ്കിൽ, ആ സർവീസ് കൊടുക്കുന്ന ഒരു ഇൻഡിവിജ്വൽ, ഒരു മനുഷ്യനാണെങ്കിൽ നമുക്ക് എന്താണ് 0% ആയിരിക്കും അവിടെ വാറ്റ് വരുന്നത്. ഈ ഒരു ഇതിനകത്ത് പോയിന്റ് നോക്കാനുള്ളത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഹ്യൂമൻ ബീയിങ്ങിന് വേണ്ടിയിട്ടായിരിക്കണം, 0% വാറ്റ് ആയിരിക്കും. ഇതാണ് നമുക്ക് അവിടെ ശ്രദ്ധിക്കാനുള്ളത്. അവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്താണ്, നമുക്കൊരു നമ്മളുടെ ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഹെൽത്ത് സർവീസിനൊന്നും 0% ആയിട്ടല്ല, അവിടെ വരുന്നത് 5% സ്റ്റാൻഡേർഡ് റേറ്റ് ആയിരിക്കും വരുന്നത്. ഓക്കെ, പിന്നെ ഹെൽത്ത് കെയർ സർവീസ് എന്തൊക്കെയാണെന്ന് ഇവിടെ ജസ്റ്റ് പറയുന്നുണ്ട്. സർവീസസ് ദാറ്റ് ആർ ജനറലി ആക്സെപ്റ്റഡ് ഇൻ ദ മെഡിക്കൽ പ്രൊഫഷൻ നെസസറി ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് ദ റെസിപ്പിയന്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ്. അതിനകത്ത് ഇൻക്ലൂഡ് ആവാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോസ്മെറ്റിക് ട്രീറ്റ്മെന്റുകൾ ആയിക്കോട്ടെ, സർവീസ് ഇൻസിഡൻഷ്യൽ ടു പ്രൊവിഷൻ ഓഫ് ആൻ അക്കോമഡേഷൻ ഓർ എന്റർടൈൻമെന്റ്. ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആണെങ്കിലൊന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് ആവുന്നില്ല. അത് സീറോ റേറ്റിനകത്ത് ഇൻക്ലൂഡ് ആവാത്ത കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സീറോ റേറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ സ്റ്റാൻഡേർഡ് റേറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു, വാക്സിനേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഇഞ്ചുറി പറ്റുമായിരുന്നെങ്കിൽ ഒരു നമുക്ക് പാടില്ലാണ്ട് വരുമ്പോഴുള്ള ട്രീറ്റ്മെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു മെഡിക്കൽ എക്യുപ്മെന്റ്സോ, അല്ലെങ്കിൽ ഒരു ലാബിലേക്ക് വേണ്ട റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടാവുക, അങ്ങനത്തെ അവിടെയൊക്കെ കുറെ എക്യുപ്മെന്റ്സുകളൊക്കെ വേണ്ടി വരും. അപ്പൊ അതിലേക്ക് വേണ്ടിയുള്ള എക്യുപ്മെന്റ്സ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു സർജറിക്ക് വേണ്ടിയിട്ടുള്ള നോൺ കോസ്മെറ്റിക് ആയിട്ടുള്ള സർജറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്താണ് സീറോ റേറ്റിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അല്ലാതെ വരുന്ന നോട്ട് ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞിട്ടുള്ള കോസ്മെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് രണ്ടാമത് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണത്, കോസ്മെറ്റിക് സർജറികളൊക്കെ ഉണ്ടാവും. അതിപ്പോ പറയാൻ ഇപ്പൊ എന്താണ്, ഇപ്പൊ ഒരു ബോട്ടോക്സ് ചെയ്യും, ബ്യൂട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് ബോട്ടോക്സ് ചെയ്യും, ലിപ് ഫില്ലേഴ്സ് ചെയ്യും, ഫേസിന്റെ ലിഫ്റ്റിങ്, ആ ഒരു ജോലൈനൊക്കെ ലിഫ്റ്റ് ചെയ്യാനായിട്ടുള്ളത്, അങ്ങനത്തെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ പരിപാടിയാണ്. ഇപ്പൊ ഒരു നോസിന്റെ റീഷേപ്പിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും
അവിടേക്ക് സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് വരുന്നത്. അതിനൊന്നും സീറോ റേറ്റ് വരുന്നില്ല. കുറെ ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ ഇപ്പൊ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഇതിനകത്ത് വരുന്നല്ല. അതെല്ലാം എന്താണ് സ്റ്റാൻഡേർഡ് റേറ്റിനകത്ത് വരുന്നതാണ്. പിന്നെ ബാക്കിയുള്ള സീറോ റേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ കുറെ കാര്യങ്ങളുണ്ട്. വാക്സിനേഷൻ ഒക്കെ പോലെയുള്ള ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ ആയിക്കോട്ടെ, ഇപ്പൊ ഒരു ലാബിനകത്ത് പോയിട്ട് നമ്മൾ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം സീറോ റേറ്റിനകത്ത് വരികയാണ്. പിന്നെ എക്സ്റേ എടുക്കുകയാണെങ്കിൽ അതിനൊന്നും വാറ്റ് വരുന്നില്ല. വാക്സിനേഷനും സർജറീസും അല്ലെങ്കിൽ ഇപ്പൊ എന്തായാലും ഒരു നമുക്കൊരു എക്സാം ചെയ്യാണെന്ന് വെച്ചാൽ, നമുക്കൊരു ഹെൽത്ത് കെയറിന്റെ ഒരു എക്സാം ചെയ്യുകയാണെങ്കിൽ അതെല്ലാം എന്താണ് സീറോ റേറ്റിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോ സ്റ്റാൻഡേർഡ് റേറ്റ് എന്താണെന്ന് നമ്മളിപ്പോ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു ഈ ഒരു കോസ്മെറ്റിക് ആയിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം സ്റ്റാൻഡേർഡ് റേറ്റ് ആണെന്ന് പറഞ്ഞു. നമുക്ക് അവിടെ വേറെ കുറച്ച് സ്റ്റാൻഡേർഡ് റേറ്റ് വരാനായിട്ട് സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. ഇവിടെ ചോദിക്കുന്നുണ്ട്, ഓൾ ദ ഹെൽത്ത് കെയർ സർവീസ് ആർ സീറോ റേറ്റഡ്. അല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, സീറോ റേറ്റ് അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. വേറൊരു കേസും കൂടി പറയാണ്. B2B ഹെൽത്ത് കെയർ സർവീസ് ഉണ്ടായിരുന്നു, B2B. ഓക്കെ, ഞാനിപ്പോ ഒരു ഇൻഡിവിജ്വലിനാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് അവരുടെ കമ്പനിയാണ് എനിക്ക് പൈസ തരുന്നത്, പക്ഷെ ഞാനൊരു ഇത് പെർഫോം ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വലിനാണ്, കുഴപ്പമില്ല. ഞാനിപ്പോ ഒരു വേറൊരു ഹെൽത്ത് കെയർ സർവീസ് ചെയ്യാണെന്ന് വെച്ചു, ഞാൻ ഹെൽത്ത് കെയർ സർവീസ് കൊടുക്കുന്ന ഒരാളാണ്, ഒരു ഡോക്ടറാണെന്ന് വെച്ചു. ഞാൻ സർവീസ് കൊടുക്കുന്നത് ഇപ്പോ എന്താണ് ശ്രീലക്ഷ്മിക്ക് ഒരു ക്ലിനിക്ക് ഉണ്ട്. ആ ക്ലിനിക്കിലുള്ള ഡോക്ടർമാർക്ക് വേണ്ടിയിട്ടാണ്, അവിടുത്തെ സ്റ്റാഫുകൾക്ക് വേണ്ടി ഞാൻ എന്താണ് ഒരു ട്രെയിനിങ് കൊടുക്കുകയാണ്, ഒരു ഹെൽത്ത് കെയറിന്റെ ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ അത് B2B ആയിരിക്കും. ഓക്കെ, B2B ബിസിനസ് ടു ബിസിനസ് ആയിരിക്കും. ഞാനത് ഒരു ഇൻഡിവിജ്വൽ അല്ല കൊടുക്കുന്നത്, ഞാൻ ആ ഒരു കമ്പനിക്കാണ് അത് സർവീസ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസിനകത്ത് എന്താണ് സ്റ്റാൻഡേർഡ് റേറ്റ് എന്നുള്ള രീതിയിൽ 5% വരുന്നുണ്ട്. B2B ഹെൽത്ത് കെയർ സർവീസുകൾക്ക് 5% സ്റ്റാൻഡേർഡ് റേറ്റ് വരും. ഞാനൊരു ഇൻഡിവിജ്വലിനാണ് കൊടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, ഞാനൊരു ബിസിനസ്സിനാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ സ്റ്റാൻഡേർഡ് റേറ്റ് വരുന്നുണ്ട്. ഓക്കെ, കാരണം ആ ഒരു B2B ആണെങ്കിൽ എന്തായാലും ഒരു ടാക്സ് ബില്ലായിരിക്കും അവിടെ ഇഷ്യൂ ചെയ്യുന്നത്. ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നത്, സപ്ലൈ ഓഫ് മെഡിക്കേഷൻ ആൻഡ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് രജിസ്റ്റേർഡ് വിത്ത് ദ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് 0% വാറ്റ് ആണ്. സപ്ലൈ ഓഫ് മെഡിക്കേഷൻ ആൻഡ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്, നമ്മളിപ്പോ ഒരു മെഡിസിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മെഡിക്കൽ അതിന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ ആയിക്കോട്ടെ, ഇപ്പൊ ഒരു സർജറിക്ക് ആയാലും സർജറി ചെയ്യാൻ പോകുന്ന എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ടാവും, അതിനായാലും 0% വാറ്റ് ആയിരിക്കും അവിടെ വരുന്നത്. അത് മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു സർവീസ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ അണ്ടറിൽ വരുന്ന ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സർവീസ് ആയിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോ അത് ഒരു സർജറി ആണെങ്കിൽ ആ സർജറി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോ സപ്ലൈ ഓഫ് ഗുഡ്സ് ദോസ് ആർ നെസസറി ഫോർ പ്രൊവൈഡിങ് സീറോ റേറ്റ് ഹെൽത്ത് കെയർ സർവീസും സീറോ ആയിരിക്കും. ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ ഒരു സർജറി സീറോ ആണെങ്കിൽ ആ സർജറിക്ക് വേണ്ടി വരുന്ന കുറെ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും, അതിന് സീറോ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറച്ച് ചില മെഡിക്കൽ കൺസ്യൂമബിൾസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ബാൻഡേജ്, സിറിഞ്ച്, സർജിക്കൽ ഗ്ലൗസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്, ഒരു സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ വാങ്ങിക്കാനായിട്ടായാലും നമുക്ക് പർച്ചേസ് ചെയ്യണ്ടേ, പർച്ചേസ് ചെയ്യുമ്പോഴും ടാക്സ് കൊടുക്കേണ്ടത് ഒരു സീറോ റേറ്റഡ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ഹെൽത്ത് കെയറിന്റെ ഇത് അപ്രൂവ്ഡ് ആയിട്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള മിനിസ്ട്രി ഓഫ് ഹെൽത്തിനകത്ത് അപ്രൂവ്ഡ് ആയിട്ട് വരുന്ന ഒരു സർവീസ് പെർഫോം ചെയ്യാൻ വേണ്ടി വരുന്ന കുറച്ച് എക്യുപ്മെന്റ്സ് ആണ് ബാൻഡേജ്, സിറിഞ്ച്, സർജിക്കൽ ഗ്ലൗസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒന്നും നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് സീറോ റേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിപ്പോ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ, ഈ പറഞ്ഞിട്ടുള്ള ബാൻഡേജ്, സിറിഞ്ച്, സർജിക്കൽ ഗ്ലൗസ്, ഇതെല്ലാം സീറോ റേറ്റ് ആയിരിക്കും. ആ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. നമുക്കിപ്പോ അവിടെ ഈ ഒരു PPT ഈ ഒരു ഹെൽത്ത് കെയറിനകത്ത് അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മിനിസ്ട്രി ഓഫ് ഹെൽത്തിനകത്ത് രജിസ്റ്റർ ആയിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു മെഡിക്കേഷൻ ആയിക്കോട്ടെ, അത് സീറോ വാറ്റ് ആയിരിക്കും. അത് പെർഫോം ചെയ്യാനായിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്, കുറച്ച് കൺസ്യൂമേഴ്സ് ഒക്കെ അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്, അതും 0% വാറ്റ് ആയിരിക്കും വരുന്നത്. ആ ഒരു സർജറി ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി വരുന്ന കുറച്ച് എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും സീറോ റേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ സീറോ റേറ്റ് ആണ് പൊതുവെ വരുന്നത്. സ്റ്റാൻഡേർഡ് റേറ്റ് വരുന്നത് കോസ്മെറ്റിക് പോലുള്ള നമുക്ക് ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള സർജറികളും കാര്യങ്ങൾക്കൊക്കെയാണ് സ്റ്റാൻഡേർഡ് റേറ്റ് വരുന്നത്. അല്ലെങ്കിൽ B2B ആയിട്ട് നമ്മളിപ്പോ ഒരു ഹെൽത്ത് കെയർ സർവീസ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുകയാണ് ഒരു കമ്പനിയിലെ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അതും സ്റ്റാൻഡേർഡ് റേറ്റിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്.
ഇതാണ് നമുക്ക് ഹെൽത്ത് കെയറിനകത്ത് ശ്രദ്ധിക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓട്ടോമോട്ടീവ് സെക്ടർ ആണ്. ഓട്ടോമോട്ടീവ് സെക്ടർ ഓട്ടോമോട്ടീവ് സെക്ടർ ഓക്കെ, ഓട്ടോമോട്ടീവ് സെക്ടർ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനായിട്ടുള്ളത് പ്രോഫിറ്റ് മാർജിൻ സ്കീം എന്ന് പറയുന്ന ഒരു സ്കീമാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം, പ്രോഫിറ്റ് മാർജിൻ സ്കീം. നമ്മളിപ്പോ ഒരു കാർ ഡീലർ ആയിട്ടുള്ള ഒരു ഷോപ്പിനകത്താണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് വെച്ചോ. ഓക്കെ, നമ്മളുടെ നാട്ടിലുണ്ട് കുറെ സെക്കൻഡ് ഹാൻഡ് കാർ ഡീലേഴ്സ് ഒക്കെ കണ്ടിട്ടില്ലേ. ഓക്കെ, അതേപോലെ എന്തെങ്കിലും ഒരു ഷോപ്പിനകത്താണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നതെങ്കിൽ അവിടെ വരുന്ന ഒരു സ്കീമാണ് പ്രോഫിറ്റ് മാർജിൻ സ്കീം എന്ന് പറയുന്നത്. A scheme is whereby the registered seller has the option to calculate tax on the profit margin earned on a supply. ഒരു പ്രോഫിറ്റിന്മേലായിരിക്കും നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്രോഫിറ്റ് മാർജിൻ സ്കീമിനകത്ത് അതിന്റെ വാല്യൂവിന്മേലല്ല, പ്രോഫിറ്റിന്മേലായിരിക്കും. ഞാനിപ്പോ ഒരു 10,000 രൂപക്ക് ഒരു 10,000 AD ഞാനൊരു ബൈക്ക് വാങ്ങി. ഓക്കെ, അത് ഞാൻ 15,000 AD മറിച്ച് വിൽക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ 15,000 ആയിരിക്കില്ല, പകരം എന്തിന്മേലായിരിക്കും, ആ 5,000 ഉണ്ടല്ലോ, ആ ഒരു ഇത് പ്രോഫിറ്റ് ആയിട്ടുള്ള 5,000. 10,000 വാങ്ങിച്ചു, 15,000 വിൽക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ ഞാൻ ആ 5,000 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ടാക്സ് വാറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് പ്രോഫിറ്റ് മാർജിൻ സ്കീമിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പൊ പ്രോഫിറ്റിന്മേൽ നമ്മൾ നിങ്ങളിപ്പോ ഒരു വർക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ഓട്ടോമോട്ടീവ് സെക്ടറിനകത്താണെന്ന് വെച്ചു, ഒരു കാറിന്റെ ഒക്കെ ഡീലറാണ്, ഒരു സെക്കൻഡ് ഹാൻഡ് കാർ ഡീലറോ, അവിടെ ഇഷ്ടം പോലെയുള്ള ഒരു സെക്ടറാണ് സെക്കൻഡ് ഹാൻഡ് കാർ ഡീലർ എന്നൊക്കെ പറയാം. അപ്പൊ അങ്ങനെയുള്ള സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കീമാണ് പ്രോഫിറ്റ് മാർജിൻ സ്കീം എന്ന് പറയും. അപ്പൊ ആ സ്കീമിനകത്ത് നമുക്ക് എന്താ ചെയ്യുക, നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഒരു ഐറ്റം വിൽക്കാൻ നേരത്ത് സെല്ലിങ്ങിന്റെ സമയത്ത് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, വാറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിന്റെ പ്രോഫിറ്റിന്മേലായിരിക്കും. വാറ്റ് കാൽക്കുലേഷൻ വരുന്നത് പ്രോഫിറ്റിന്മേലായിരിക്കും പ്രോഫിറ്റ് മാർജിൻ സ്കീമിനകത്ത്. ഓക്കെ, അപ്പൊ പ്രോഫിറ്റ് മാർജിൻ സ്കീം എടുക്കാൻ പറ്റുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് കാർ ഡീലർക്കൊക്കെയാണ്. കാർ ഡീലർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫർണിച്ചർ ഡീലർ ആയിക്കോട്ടെ, സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ഡീൽ ചെയ്യുന്നവർക്കാണ്. ദി സ്കീം അവൈലബിൾ ഓൺലി ഫോർ യൂസ്ഡ് മൂവബിൾ ടാഞ്ചിബിൾ അസറ്റ്സ്. യൂസ്ഡ് മൂവബിൾ ടാഞ്ചിബിൾ അസറ്റ്സ്, മൂവബിൾ ആയിട്ടുള്ള ടാഞ്ചിബിൾ അസറ്റ്സിനാണ് അത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾസ് ആവാം, കാറോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു എന്ത് വണ്ടികളായിക്കോട്ടെ, ബൈക്കോ എന്തെങ്കിലും ആയിക്കോട്ടെ, പിന്നെ ഇപ്പൊ ഒരു ഫർണിച്ചറോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിക്കോട്ടെ, മൂവബിൾ ആയിട്ടുള്ള അസറ്റിന്മേലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു സ്കീം അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കപ്പോ ഇത് കാണുന്നത് എങ്ങനെയാ പ്രോഫിറ്റ് മാർജിൻ കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പർച്ചേസ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് എത്രയാണോ അതിൽ നിന്ന് പർച്ചേസ് പ്രൈസ് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ആ പ്രോഫിറ്റിന് മേലായിരിക്കും വാറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പ്രോഫിറ്റ് മാർജിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പർച്ചേസ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഈക്വൽ പ്രോഫിറ്റ് മാർജിൻ. പർച്ചേസ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഈക്വൽ പ്രോഫിറ്റ് മാർജിൻ. ഓക്കെ, അപ്പൊ പ്രോഫിറ്റ് മാർജിൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമോട്ടീവ് സെക്ടറിലായിട്ടുള്ള ഒരു സ്കീമാണ്. ആ സ്കീമിനകത്ത് നമുക്ക് എന്താണ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് വാറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ ഒരു വണ്ടിയുടെ പ്രോഫിറ്റിന്മേലായിരിക്കും. നമ്മൾ എത്രയാണ് പ്രോഫിറ്റ് നിശ്ചയിച്ചിട്ടുള്ളത് അതിന്മേലായിരിക്കും നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അവിടെ 2 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആ കണ്ടീഷൻസ് എന്തായാലും പാലിച്ചിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു വണ്ടി പർച്ചേസ് ചെയ്യണം, എന്നാൽ മാത്രമേ അത് സെക്കൻഡ് ഹാൻഡ് നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാനിപ്പോ ഒരു സെക്കൻഡ് ഹാൻഡ് ഒരു കാറ് വാങ്ങിയെന്ന് വെച്ചോ, ഒരു ഇൻഡിവിജ്വലിന്റെ കയ്യിൽ നിന്നായിരിക്കണം. ഞാൻ കാർ വാങ്ങിക്കുന്നത് ഒരു നോൺ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സന്റെ കയ്യിൽ നിന്നായിരിക്കണം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാർജിൻ സ്കീം ഓപ്റ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്, ഞാൻ ഇപ്പൊ ഒരു കാർ ഡീലറാണ്. ഓക്കെ, ഞാൻ സെക്കൻഡ് ഹാൻഡിന്റെ കാർ ഡീലറാണ്. ഞാൻ സെക്കൻഡ് ഹാൻഡ് കാർ എനിക്ക് ഒരാൾക്ക് വിൽക്കണമെങ്കിൽ ഞാൻ വേറൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ എനിക്ക് വിൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിച്ചാൽ എനിക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ വാങ്ങിക്കുന്നത് ഒരു അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയിൽ നിന്ന് മാത്രമേ എനിക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എനിക്ക് പ്രോഫിറ്റ് മാർജിൻ സ്കീമിനകത്ത് ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ആ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ പറയുന്ന ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സന്റെ കയ്യിൽ നിന്നായിരിക്കണം. ഓക്കെ, അതുമല്ലെങ്കിൽ നമ്മളെ പോലെ തന്നെ എന്താണ് പ്രോഫിറ്റ് മാർജിൻ സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുള്ള വേറൊരു പാർട്ടിയിൽ നിന്നും ആയിരിക്കണം കാർ. ഓക്കെ,
അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ്, ഒന്നില്ലെങ്കിൽ ഒരു അൺരജിസ്റ്റേർഡ് പാർട്ടിയിൽ നിന്നായിരിക്കണം, അല്ലെങ്കിൽ നമ്മളെ പോലെ തന്നെ പ്രോഫിറ്റ് മാർജിൻ സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുള്ള വേറൊരു പാർട്ടിയിൽ നിന്നായിരിക്കണം ഞാൻ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സോ ഫർണിച്ചറോ എന്തായാലും പർച്ചേസ് ചെയ്യേണ്ടത്. ഞാൻ എന്താണോ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന മൂവബിൾ ഗുഡ്സ്, ആ ഒരു മൂവബിൾ അസറ്റ്, അത് ഞാൻ പർച്ചേസ് ചെയ്യേണ്ടത് ഒരു അൺരജിസ്റ്റേർഡ് പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ പ്രോഫിറ്റ് മാർജിൻ സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുള്ള വേറൊരു ഡീലറുടെ കയ്യിൽ നിന്നോ ആയിരിക്കണം. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. അതേപോലെ രണ്ടാമത്തെ ഒരു കണ്ടീഷൻ പറയുന്നത് ദ കാർ യൂസ്ഡ് പ്രീവിയസ്ലി ബീൻ സബ്ജക്റ്റഡ് ടു വാറ്റ്. ഈ കാർ, ഞാനിപ്പോ ഒരു കാർ പർച്ചേസ് ചെയ്യുകയാണ് ഒരാളുടെ കയ്യിൽ നിന്ന്, എന്നാലേ എനിക്ക് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് ഒരാൾക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു അൺരജിസ്റ്റേർഡ് പാർട്ടിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ആ ഒരു കാർ ഇതിന് മുന്നേ വാറ്റ് കൊടുത്തിട്ടുണ്ടാവും, ആ ഒരു കാറിന് അഗെയിൻസ്റ്റ് വാറ്റ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഞാനിപ്പോ എന്താണ് ഇപ്പോ സഫാൻ, ഞാനിപ്പോ ഒരു കാറ് സഫാൻ എന്റെ ഷോപ്പിനകത്തേക്ക് വന്നേക്കാണ്, ഞാൻ സെക്കൻഡ് ഹാൻഡ് ഡീലറാണ്, സഫാൻ എന്റെ ഷോപ്പിനകത്തേക്ക് വന്നു. അപ്പൊ സഫാൻ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വേണം, കുറെ കാറുകൾ കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആ കാറുകളെല്ലാം വാങ്ങിച്ചിട്ടുള്ള ഒരു അൺരജിസ്റ്റേർഡ് പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു എന്താണ് പ്രോഫിറ്റ് മാർജിൻ സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളുടെ നിന്നായിരിക്കാം. ഓക്കെ, ഞാനൊരു കാർ വാങ്ങിച്ചിട്ടുള്ളത് സജിത്തിന്റെ കയ്യിൽ നിന്നാണ്. സജിത്ത് ഓൾറെഡി അത് എന്താണ് ഫ്രഷ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു കാറാണ്. സജിത്ത് ഓൾറെഡി ഫ്രഷ് ഷോറൂമിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു കാറാണ്. എന്നിട്ട് സജിത്ത് അതിന് വാറ്റൊക്കെ കൊടുത്തിട്ടുണ്ടാവും, ഷോറൂമിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ തന്നെ വാറ്റൊക്കെ കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ സജിത്തിന്റെ അത് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് ഞാൻ പർച്ചേസ് ചെയ്തു. ഞാൻ എന്റെ സെക്കൻഡ് ഹാൻഡ് ഡീലറാണ്, ഞാൻ സജിത്തിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തു. ഞാൻ അതാണ് എന്നിട്ട് സഫാന് കൊടുക്കുന്നത്. അപ്പൊ എന്താ, അത് ഓൾറെഡി വാറ്റിന് സബ്ജക്റ്റ് ആണ്. എപ്പോഴാണ് അത് ഏതെങ്കിലും ഒരു ടൈമിൽ ഫസ്റ്റ് സപ്ലൈനകത്ത് എന്തായാലും വാറ്റ് എന്താണ് ഗവൺമെന്റിലേക്ക് കൊടുത്തിട്ടുണ്ടാവും, ആ കാറിന് അഗേൻസ്റ്റ് വാറ്റ് കൊടുത്തിട്ടുണ്ടാവും. ആ കാറായിരിക്കണം ഞാൻ ഡീൽ ചെയ്യേണ്ടത്. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു സബ്ജക്ട്, വാറ്റിന് സബ്ജക്റ്റ് ആയിട്ടുള്ള ഒരു കാറായിരിക്കണം ഞാനിപ്പോൾ ഡീൽ ചെയ്യേണ്ടത്, വേറൊരാൾക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ടാമത്തെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത് യൂസ്ഡ് കാർ പ്രീവിയസ്ലി ബീൻ സബ്ജക്റ്റഡ് ടു വാറ്റ്. ഇതിനു മുന്നേ എപ്പോഴെങ്കിലും വാറ്റിന് വിധേയമായിട്ടുണ്ടാവണം ആ ഒരു യൂസ്ഡ് കാർ. രണ്ട് കണ്ടീഷനാണ്, ഒന്ന് ഞാൻ കാർ പർച്ചേസ് ചെയ്യേണ്ട ഒരു അൺരജിസ്റ്റേർഡ് ഡീലറിൽ നിന്നായിരിക്കണം, അല്ലെങ്കിൽ എന്താണ് പ്രോഫിറ്റ് മാർജിൻ സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയിൽ നിന്നും ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത് ആ ഒരു കാർ ഇതിനു മുന്നേ എപ്പോഴെങ്കിലും ആ കാറിനെ അഗേൻസ്റ്റ് വാറ്റ് പേ ചെയ്തിട്ടുണ്ടാവണം. എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആ കാർ ഫ്രഷ് ആയിട്ട് ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടാവും, ആ വാങ്ങിച്ച ആൾ എന്തായാലും ടാക്സ് പേ ചെയ്തിട്ടുണ്ടാവും ആ ഒരു കാറിന് അഗേൻസ്റ്റ്. ഇതാണ് രണ്ട് കണ്ടീഷൻ പറയുന്നത്. അത് ഓക്കെ ആണോ? രണ്ട് കണ്ടീഷൻ പ്രോഫിറ്റ് മാർജിൻ സ്കീം. Okay, how to look whether the car used to be previously subjected to VAT. നമ്മളിപ്പോ ഒരു യൂസ്ഡ് കാർ വാങ്ങിച്ചു, അത് പ്രീവിയസ്ലി വാറ്റ് അടച്ചിട്ടുണ്ടെന്ന് അതിന് തെളിവ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക. അപ്പൊ നമ്മളൊരു കാർ പർച്ചേസ് ചെയ്യുമ്പോൾ, ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടാണ് ഞാൻ എന്റെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് സെക്കൻഡ് ഹാൻഡ് ആയിട്ട്. ഓക്കെ, ഞാനപ്പോ ഒരു ആളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ, അൺരജിസ്റ്റേർഡ് പാർട്ടിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ഇൻവോയ്സ്, ആ കാറിന്റെ ഒറിജിനൽ ഇൻവോയ്സ് ഉണ്ടാവും. ആ കാറ് ചിലപ്പോൾ എന്താണ് ഷോറൂമിൽ നിന്ന് ഫസ്റ്റ് പർച്ചേസ് ചെയ്തൊരു ഇൻവോയ്സ് ഉണ്ടാവും. ആ ഇൻവോയ്സ് കൃത്യമായിട്ട് വാങ്ങാം ആ ഒരു കാറിന്റെ കൂടെ, എന്നിട്ട് വേണം ഞാനത് വേറെ ഒരു കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ, കാർ ഡീലറായിട്ടുള്ള ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ, നമ്മുടെ കമ്പനി പർച്ചേസ് ചെയ്യുമ്പോൾ എന്താ ഒരു പ്രീവിയസ്ലി വാറ്റിന് സബ്ജക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവോയ്സ് എന്തായാലും ഉണ്ടാവും. എന്ന് വെച്ചാൽ ഫ്രഷായിട്ട് ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു ഇൻവോയ്സ് എന്തായാലും ഉണ്ടാവും. അപ്പൊ ആ ഒരു ഇൻവോയ്സ് കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ വേണം. കാർ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ടാക്സ് ഇൻവോയ്സ് കൃത്യമായിട്ട് നമ്മൾ വാങ്ങിക്കാം. അതുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്കപ്പോ അറിയാം സബ്ജക്ട് വാറ്റ് ആണ്, ഇതിനു മുന്നേ അതിന് വേണ്ടി വാറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ഒറിജിനൽ ഇൻവോയ്സ് വാങ്ങിക്കുവാണെങ്കിൽ. ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ഡേറ്റ് ഗുഡ് വാസ് ഫസ്റ്റ് മാനുഫാക്ചർഡ്, സോൾഡ് ഓർ ബ്രോട്ട് ഇൻ ടു യൂസ്. ഓക്കെ, നമ്മളിപ്പോ ആദ്യം വാങ്ങിച്ചിട്ടുള്ള രീതിയിൽ അതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽ എല്ലാം നമ്മൾ കളക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. ടാക്സ് ഇൻവോയ്സ് എല്ലാം കളക്ട് ചെയ്തിരിക്കണം. അതാണ് ഏക വഴി, നമുക്ക് അറിയാനായിട്ടുള്ള ഏക വഴി. ആ ഒരു കാർ യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാർ ഇതിന് മുന്നേ വാറ്റ് അടച്ചിട്ടുണ്ടെന്ന് അറിയാനുള്ള ഏക വഴി അതിന്റെ ഒറിജിനൽ ആ ഒരു മാനുഫാക്ചർ ചെയ്തതോ അല്ലെങ്കിൽ അത് ഫസ്റ്റ് സപ്ലൈയോ ചെയ്തിട്ടുള്ളത് അതിന്റെ ഇൻവോയ്സ് വാങ്ങാന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അവിടെ പറയുന്ന കുറച്ച് ഡോക്യുമെന്റുകളാണ്. പ്രോഫിറ്റ് മാർജിൻ സ്കീം ഉള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് ഡോക്യുമെന്റുകളുണ്ട്. ആ ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ആ ഡോക്യുമെന്റ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഒരു സ്റ്റോക്ക് ബുക്ക് വേണം. നമ്മളുടെ കാറുകളുടെ ആണെങ്കിൽ ഇപ്പൊ ഒരു കാറുകളുടെ അതിന്റെ സ്റ്റോക്ക് ബുക്ക് എന്തായാലും വേണം. പിന്നെ പർച്ചേസ് ഇൻവോയ്സുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. പർച്ചേസ് ഇൻവോയ്സുകൾ ഇഫ് ദ പർച്ചേസ് ആർ മെയ്ഡ് അണ്ടർ പ്രോഫിറ്റ് മാർജിൻ സ്കീം, പ്രോഫിറ്റ് മാർജിൻ സ്കീമിന്റെ അണ്ടറിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള എല്ലാ പർച്ചേസ് ഇൻവോയ്സുകളും നമ്മൾ സൂക്ഷിച്ചിരിക്കണം. നമ്മൾ പറഞ്ഞിരുന്നു ഓൾറെഡി, എന്താണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഒരു അൺരജിസ്റ്റേർഡ് ഡീലറിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ
അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് മാർജിൻ സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുള്ള പാർട്ടിയിൽ നിന്നോ ആയിരിക്കണം നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ആ പർച്ചേസിന്റെ ഇൻവോയ്സ് എന്തായാലും നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം. നമ്മൾ സാധാരണ എല്ലാ കമ്പനിയിലും കീപ്പ് ചെയ്യുന്ന പോലെ എന്താണ്, എല്ലാ കമ്പനിയിലും എല്ലാ പർച്ചേസുകളും ഇൻവോയ്സുകളായിട്ട് കീപ്പ് ചെയ്യാറുണ്ട്, പ്രിന്റ് ആയിട്ട് കീപ്പ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും കീപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മളിപ്പോ ഒരു ഞാൻ കൊടുക്കുന്നത് ഒരു ഇൻഡിവിജ്വലിനല്ല, ഞാനിപ്പോ ഒരു എന്താണ് സോറി ഒരു അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പാർട്ടിക്ക് ആണെങ്കിൽ, ഓക്കെ, സെക്കൻഡ് ഹാൻഡ് ഡീലറാണ്, എന്റെ കയ്യിൽ നിന്ന് ആര് വേണമെങ്കിലും വാങ്ങിക്കാം. ഓക്കെ, ഒരു അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പാർട്ടി ചിലപ്പോൾ വാങ്ങിച്ചെന്നിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു അൺരജിസ്റ്റേർഡ് പാർട്ടിക്ക് ഞാൻ കൊടുക്കുകയാണെങ്കിൽ അവിടെ പറയുന്നത് ആ പാർട്ടിയുടെ പേരും ഡീറ്റെയിൽ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഇൻവോയ്സ് നമുക്ക് തന്നെ ഇഷ്യൂ ചെയ്ത് കൊടുക്കാം. അതിനകത്ത് നമ്മളുടെ പേരും അഡ്രസ്സും TRN നമ്പറും വേണം. അതേപോലെ തന്നെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് ചിലപ്പോ ഇപ്പൊ സഫാനാണ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതെങ്കിൽ സഫാന്റെ പേരും അഡ്രസ്സും ആ ഒരു കാര്യങ്ങളെല്ലാം വേണം. അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് പർച്ചേസിന്റെ ഡേറ്റും കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വേണം. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് മാർജിൻ സ്കീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു ഓട്ടോമോട്ടീവ് സെക്ടറിനകത്ത് വരുന്ന ഒരു സ്കീമാണ് പ്രോഫിറ്റ് മാർജിൻ സ്കീം എന്ന് പറയുന്നത്. അവിടെ എന്താണ് പ്രോഫിറ്റ്, ആ ഒരു പ്രോഫിറ്റിന്മേലായിരിക്കും വാറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഒരു യൂസ്ഡ് വെഹിക്കിളിനകത്തുള്ള ആ ഒരു വെഹിക്കിളിന്റെ വാല്യൂന്മേലല്ല, പ്രോഫിറ്റിന്മേലായിരിക്കും നമ്മൾ വാറ്റ് കാൽക്കുലേറ്റ് ചെയ്ത്. അവിടെ രണ്ട് കണ്ടീഷൻ പറയുന്നുണ്ട്. ആ ഒരു ഞാനിപ്പോ ഒരു ഓട്ടോമോട്ടീവ് സെക്ടർ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അക്കൗണ്ടന്റ് ആണെങ്കിൽ, ഞാൻ യൂസ്ഡ് വെഹിക്കിൾസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വെഹിക്കിൾസ് വാങ്ങിക്കുമ്പോൾ ഒരു അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളെ പോലെ തന്നെ ഒരു പ്രോഫിറ്റ് മാർജിൻ സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയിൽ നിന്നോ ആയിരിക്കണം ഞാൻ വാഹനങ്ങൾ വാങ്ങിക്കേണ്ടത്. അതേപോലെ തന്നെ ഞാൻ വാങ്ങിക്കുന്ന വാഹനങ്ങൾ ഇതിനു മുന്നേ വാറ്റിനകത്ത് സബ്ജക്റ്റ് ആയിരിക്കണം. ആ ഒരു വാഹനത്തിനെതിരെ വേറെ ആരെങ്കിലും ഏറ്റവും ഫസ്റ്റ് ഷോറൂമിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എന്തായാലും ടാക്സ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതേപോലെ ടാക്സ് കൊടുത്തിരിക്കണം എന്നാണ് രണ്ടാമത്തെ കണ്ടീഷനിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇത് വാറ്റിന് സബ്ജക്റ്റ് ആയി എന്നറിയാനായിട്ട് അതിന്റെ ഫസ്റ്റ് മാനുഫാക്ചർ ചെയ്തതോ അല്ലെങ്കിൽ ഫസ്റ്റ് സപ്ലൈ ചെയ്തതോ ഫസ്റ്റ് പർച്ചേസ് ചെയ്തതോ അതിന്റെ ഇൻവോയ്സ് എന്തായാലും വേണം. അതിനകത്ത് എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും അതിന് ടാക്സ് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ പറയുന്നത് നമ്മൾ ഡോക്യുമെന്റ് കളക്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഡോക്യുമെന്റ് കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സ്റ്റോക്ക് ബുക്ക് എന്തായാലും വേണം. ഞാനിപ്പോ ഒരു പ്രോഫിറ്റ് മാർജിൻ സ്കീമിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ നിന്നാണ് ഞാൻ വാഹനങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ അതിന്റെ പർച്ചേസ് ഇൻവോയ്സ് വേണം. ഇപ്പോ പ്രോഫിറ്റ് മാർജിൻ സ്കീം ഓപ്റ്റയിലുള്ള ആളുടെ കയ്യിൽ നിന്നല്ല ഞാൻ പർച്ചേസ് ചെയ്തത്, ഒരു സാധാരണ ഒരു നോൺ രജിസ്റ്റേർഡ് പാർട്ടിയിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ആ നോൺ രജിസ്റ്റേർഡ് ആയിട്ടുള്ള പാർട്ടിയുടെ അഡ്രസ്സും കാര്യങ്ങളും വേണം. പിന്നെ എന്റെ അഡ്രസ്സും കാര്യങ്ങളും വേണം. ഞാൻ എന്തായാലും രജിസ്റ്റേർഡ് ആയിരിക്കും, ഓട്ടോമോട്ടീവിനകത്ത് വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ എന്റെ അഡ്രസ്സും കാര്യങ്ങളും TRN നമ്പറും വേണം. ആ ഒരു നോൺ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സെല്ലറുടെ കാര്യങ്ങൾ വേണം, ഡീറ്റെയിൽസ് എല്ലാം വേണം. ഡേറ്റ് ഓഫ് പർച്ചേസും വേണം. ഇതാണ് നമ്മൾ കീപ്പ് ചെയ്തിരിക്കേണ്ട കുറച്ച് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുറച്ച് ഡോക്യുമെന്റ് ആണ്. ഞാൻ പർച്ചേസ് ചെയ്യുന്നത് എവിടെ നിന്നാണോ അവരുടെ കൃത്യമായിട്ടുള്ള ഇൻവോയ്സ് വേണം. ഒരു പ്രോഫിറ്റ് മാർജിൻ സ്കീമിന്റെ പാർട്ടിയിൽ നിന്നാണെങ്കിൽ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ഇൻവോയ്സ് എന്തായാലും വേണം. ഞാൻ പർച്ചേസ് ചെയ്യുന്ന ഒരു നമ്മളെ പോലുള്ള ഒരു അൺരജിസ്റ്റേർഡ് പാർട്ടിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അവരെന്തായാലും എനിക്കൊരു സെയിൽസ് ഇൻവോയ്സ് തരില്ല, പർച്ചേസ് ഇൻവോയ്സ് തരില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, നമുക്ക് തന്നെ സ്വന്തമായിട്ടൊരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാം. അതിനകത്ത് നമ്മളുടെ ഡീറ്റെയിലും ആ ഒരു അൺരജിസ്റ്റേർഡ് പാർട്ടിയുടെ ഡീറ്റെയിലും ഡേറ്റും കാര്യങ്ങളെല്ലാം വേണം. ഇതാണ് നമ്മൾക്ക് ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്യേണ്ട കാര്യങ്ങളായിട്ടുള്ളത്. ഈ ഒരു 3 കാര്യങ്ങൾ ഓർത്തിരിക്കാം. പ്രോഫിറ്റ് മാർജിൻ സ്കീം ഏകദേശം ഒരു ഓൾമോസ്റ്റ് എല്ലാവരും മിക്കവാറും വർക്ക് ചെയ്യാൻ പോകുന്നത് മിക്കവാറും ഇങ്ങനത്തെ ഒരു സെക്ടറിനകത്തൊക്കെ ആയിരിക്കും. കാരണം ദുബായിലൊക്കെ ഇഷ്ടംപോലെ ഓട്ടോമോട്ടീവ് സെക്ടേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്, ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ട്. ഈ ഒരു മൂന്നാമത്തേത് ഞാനിപ്പോ ഒരു പർച്ചേസ് ചെയ്യുന്നത് ഒരു അൺരജിസ്റ്റേർഡ് പാർട്ടിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, ആ ഒരു എന്റെ അഡ്രസ്സും TRN കാര്യങ്ങളും വേണം. അതേപോലെ തന്നെ ആ ഒരു എനിക്ക് വാഹനം തന്നിട്ടുള്ള ആ ഒരു സെല്ലറുടെ അഡ്രസ്സും പേരും വേണം. പിന്നെ ഡേറ്റ് ഓഫ് പർച്ചേസ് വേണം. എത്ര രൂപയാണ് പേയബിൾ ആയിട്ട് വരുന്നത്, കൺസിഡറേഷൻ പേയബിൾ, എത്ര എമൗണ്ട് ആണ് പേയബിൾ ആയിട്ട് വരുന്നത്, എത്ര AD ആണ് പേയബിൾ ആയിട്ട് വരുന്നത്. പിന്നെ ആ ഗുഡ്സിന്റെ ഡീറ്റെയിൽ, ഇപ്പൊ ഒരു വണ്ടിയാണ് വാങ്ങുന്നതെങ്കിൽ ആ വണ്ടിയുടെ കൃത്യമായിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസും പിന്നെ അവരുടെ ഒരു സിഗ്നേച്ചറും വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സിഗ്നേച്ചറും വേണം. പിന്നെ അതിനകത്ത് കൃത്യമായിട്ട് പറയണം, ഇപ്പൊ ഞാനിപ്പോ ഒരു പ്രോഫിറ്റ് മാർജിൻ സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളുടെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അവർ പറയണം പ്രോഫിറ്റ് മാർജിൻ സ്കീമിനകത്ത് ഓപ്റ്റ് ചെയ്തിട്ടുള്ളവരാണ് ആ ഒരു പാർട്ടി എന്നുള്ളത് കൃത്യമായിട്ട് ഇൻവോയ്സിൽ പറഞ്ഞിരിക്കണം. ഡിക്ലെയറിംഗ് ദാറ്റ് വാറ്റ് റിട്ടേൺ ദാറ്റ് പ്രോഫിറ്റ് മാർജിൻ സ്കീം ഹാസ് ബീൻ ഫോളോഡ്. ആ ഒരു പ്രോഫിറ്റ് മാർജിൻ സ്കീമാണ് ഫോളോ ചെയ്തിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് ആ ഒരു ഇൻവോയ്സിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. ഓക്കെ, ഇത്രയാണ് നമുക്ക് പ്രോഫിറ്റ് മാർജിൻ സ്കീമിനകത്ത് വരേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒരു 5 പോയിന്റുകളാണ്.
പ്രോഫിറ്റ് മാർജിൻ സ്കീം. അപ്പൊ അവിടെ സ്റ്റോക്ക് ബുക്ക്, പർച്ചേസ് ഇൻവോയ്സ്, അൺരജിസ്റ്റേർഡിന്റെ കയ്യിൽ നിന്നാണെങ്കിൽ അവിടെയും നമുക്ക് ഇഷ്യൂ ചെയ്യാം. നമുക്ക് ആ ഒരു സെല്ലർക്ക് തന്നെ ആ ഒരു പർച്ചേസ് ചെയ്യുന്ന നമുക്ക് ഇഷ്യൂ ചെയ്യാം. ആ ഒരു പ്രോഫിറ്റ് മാർജിൻ സ്കീമിനകത്ത് നിന്ന് അല്ലാത്ത ഒരാളുടെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മളുടെ അഡ്രസ്, നെയിം ആൻഡ് അഡ്രസ്സും TR നമ്പറും, ആ ഒരു സെല്ലറുടെ അഡ്രസ്സും കാര്യങ്ങളും, ഡേറ്റ് ഓഫ് പർച്ചേസ്, ടോട്ടൽ എമൗണ്ട് പേയബിൾ ആയിട്ട് വരുന്നത്, ഡീറ്റെയിൽ ഓഫ് ഗുഡ്സ്, കാർ ആണെങ്കിൽ കാറിന്റെ ഡീറ്റെയിൽ, സിഗ്നേച്ചർ, എല്ലാ കാര്യങ്ങളും വേണം. അതേപോലെ നമ്മളിപ്പോൾ ഒരു സെയിൽ ചെയ്യുമ്പോൾ ആ സെയിൽസിനകത്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, നമ്മളൊരു പ്രോഫിറ്റ് മാർജിൻ സ്കീം ഫോളോ ചെയ്യുന്ന ഒരു പാർട്ടിയാണെന്ന് കൃത്യമായിട്ട് ആ ഒരു സെയിൽസ് ഇൻവോയ്സിനകത്ത് നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ നമ്മളിപ്പോ വാറ്റ് കാൽക്കുലേറ്റ് ചെയ്തത് പ്രോഫിറ്റിന്മേലാണ്, അല്ലാതെ വാല്യൂന്മേലല്ല എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ സ്റ്റേറ്റ് ചെയ്തിരിക്കണം ആ ഒരു ഇൻവോയ്സിനകത്ത്. ഇത്രയാണ് പ്രോഫിറ്റ് മാർജിൻ സ്കീമിനകത്ത് വരുന്നത്. ഓട്ടോമോട്ടീവ് സെക്ടറിനകത്ത് പറയാനായിട്ടുള്ളത് പ്രോഫിറ്റ് മാർജിൻ സ്കീമാണ്. അത്രയാണ് അവിടെ ഓട്ടോമോട്ടീവ് സെക്ടറിനകത്ത് വരുന്നത്. നെക്സ്റ്റ് ആണ് എഡ്യൂക്കേഷൻ സെക്ടർ എന്ന് പറയും. ഓക്കെ, എഡ്യൂക്കേഷൻ സെക്ടർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കിപ്പോ പഠിക്കാൻ പോകുന്ന സ്കൂൾ ആയിക്കോട്ടെ, കോളേജ് ആയിക്കോട്ടെ, നഴ്സറികൾ ആയിക്കോട്ടെ, ഇതെല്ലാം എഡ്യൂക്കേഷൻ സെക്ടറിനകത്ത് വരുന്ന ഒരു കാര്യങ്ങളാണ്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് എഡ്യൂക്കേഷൻ സെക്ടേഴ്സ് കവേഴ്സ് നഴ്സറീസ് ആയിക്കോട്ടെ, പ്രീ സ്കൂൾസ്, സ്കൂൾസ്, യൂണിവേഴ്സിറ്റീസ്, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഹയർ എഡ്യൂക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് ഫ്രം നഴ്സറി മുതൽ ഹയർ എഡ്യൂക്കേഷൻ വരെയുള്ള എല്ലാവരും നമുക്ക് എന്താണ് ഒരു എഡ്യൂക്കേഷൻ സെക്ടേഴ്സിനകത്ത് കവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവിടെ വാറ്റിന്റെ ആപ്ലിക്കബിലിറ്റി എന്തായിരിക്കും? എഡ്യൂക്കേഷൻ സെക്ടേഴ്സിനകത്ത് വാറ്റിന്റെ ആപ്ലിക്കബിലിറ്റി എത്രയായിരിക്കും? എഡ്യൂക്കേഷൻ സെക്ടർ, എഡ്യൂക്കേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് വെച്ചു, അവിടെ വാറ്റിന്റെ ആപ്ലിക്കബിലിറ്റി എന്തായിരിക്കും? മെയിൻ ആയിട്ട് വരുന്നത് ഏതായിരിക്കും? ഒരു ഗസ് ഉണ്ടാവും. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 0 ആയിരിക്കോ, എക്സംപ്റ്റ് ആയിരിക്കോ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റ് ആയിരിക്കും? എക്സംപ്റ്റ് വരുന്നുണ്ട്, പക്ഷെ അത് എഡ്യൂക്കേഷനകത്ത് എക്സംപ്റ്റ് അല്ല, 0 റേറ്റ് വരുന്നത്. കാരണം നമ്മൾ നേരത്തെ പഠിച്ചില്ലായിരുന്നോ, ഹെൽത്ത് കെയർ ഒക്കെ 0 റേറ്റിൽ വരാം. അപ്പോൾ ഹെൽത്ത് കെയർ പോലെ തന്നെ ഒരു പബ്ലിക് ആയിട്ടുള്ള കൊടുക്കുന്ന ഒരു സർവീസ് ആയതുകൊണ്ട് തന്നെ ഇത് 0 റേറ്റിനകത്ത് വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അവിടെ നമുക്ക് കാണാൻ പറ്റും 0 റേറ്റ് ആയിരിക്കും അവിടെ മെയിൻ ആയിട്ട് വരാം. പക്ഷെ അവിടെ എക്സംപ്റ്റും ഉണ്ട് കേട്ടോ, എക്സംപ്റ്റും ഉണ്ട്, സ്റ്റാൻഡേർഡ് റേറ്റും വരുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോ മെയിൻ ആയിട്ട് വരുന്നത് 0 റേറ്റ് ആയിരിക്കും. പക്ഷെ 0 റേറ്റ് മാത്രം പറഞ്ഞാൽ പോരാ, എല്ലാ കാര്യങ്ങളും ഒരു എഡ്യൂക്കേഷൻ സെക്ടറിനകത്ത് വരുന്നുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒരു എഡ്യൂക്കേഷൻ സെക്ടർ 0 റേറ്റ് ആവണമെങ്കിൽ അവിടെ 2 കാര്യങ്ങളോട് പറയുന്നുണ്ട്, 2 കണ്ടീഷൻസ് അവിടെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ആ ഒരു കരിക്കുലം എന്ന് പറയുന്നത്, നമുക്കിപ്പോ ഒരു കോഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. ആ കരിക്കുലം എന്ന് പറയുന്നത് കോമ്പീറ്റന്റ് അതോറിറ്റി എന്താണ് ഇഷ്യൂ ചെയ്തിട്ടുള്ള, അത് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളതായിരിക്കണം. ആ ഒരു അതോറിറ്റി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം. അല്ലെങ്കിൽ കരിക്കുലം എന്താണ്, ആ ഒരു മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ഒക്കെ പോലെ തന്നെ എഡ്യൂക്കേഷന്റെ ഉണ്ടെങ്കിലും ആ എഡ്യൂക്കേഷന്റെ അതോറിറ്റി സപ്പോർട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നതായിരിക്കണം, അപ്രൂവ് ചെയ്യുന്നതായിരിക്കണം അവിടുത്തെ കരിക്കുലം അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പൊ ഒരു ഹെൽത്ത് കെയർ സെക്ടറിനകത്ത് വരുന്ന ഒരു കാര്യമാണ് അവിടെ 0 റേറ്റ് ആവണമെങ്കിൽ, ഹെൽത്ത് കെയർ അല്ല, എഡ്യൂക്കേഷൻ സെക്ടർ 0 റേറ്റ് ആവണമെങ്കിൽ അവിടുത്തെ കരിക്കുലവും ആ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് ആ ഒരു അപ്രൂവ്ഡ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഒരു മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ അപ്രൂവ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള അതോറിറ്റി അപ്രൂവ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അവർ റെക്കഗ്നൈസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമേ 0 റേറ്റ് കിട്ടുള്ളൂ, 0% വാറ്റ് അവിടെ വരുന്നുള്ളൂ. ഓക്കെ, കരിക്കുലം അപ്രൂവ്ഡ് ആയിരിക്കണം, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു അതോറിറ്റി, കോമ്പീറ്റന്റ് അതോറിറ്റി അപ്രൂവ്ഡ് ആയിരിക്കണം. അതേപോലെ തന്നെ വേറൊരു കാര്യം, ഒരു രണ്ടാമത്തെ ഒരു കണ്ടീഷൻ കൂടി പറയുന്നുണ്ട്. ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, കോളേജ് പോലെയുള്ള ഹയർ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവിടെ പറയുന്ന ഒരു കാര്യം, ആ ഒരു ഗവൺമെന്റിന്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഫണ്ടിങ് 50% മുകളിൽ ആനുവൽ ഫണ്ടിങ് ഗവൺമെന്റ് ആയിരിക്കണം കൊടുക്കേണ്ടത്. ഒരു ഹയർ എഡ്യൂക്കേഷൻ ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു കേസ് വരുള്ളൂ. ഹയർ എഡ്യൂക്കേഷൻ ആണെങ്കിലോ അല്ലെങ്കിൽ കോളേജും ആണെങ്കിലും അവിടെ വരേണ്ടത് ഇറ്റ് ഷുഡ് ബി ഓൺഡ് ഓർ ഫണ്ടഡ് 50% ഓർ മോർ ബൈ ദ ലോക്കൽ ഗവൺമെന്റ്. ഫെഡറൽ അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെന്റ് ഓൺ ചെയ്തിരിക്കണം ഫണ്ടിങ്. ഓക്കെ, ഇപ്പൊ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ആ യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കാനായിട്ട് വേണ്ടി വരുന്ന ഫണ്ടിങ് ഒരു 70% ഫണ്ടിങ് കൊടുക്കുന്നത് ഗവൺമെന്റ് ആണെങ്കിൽ അത് നമുക്ക് എന്താണ് ഈ ഒരു കണ്ടീഷനകത്ത് വരും. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ വരുന്നത് ഒരു കോളേജ് മുതൽ ഹയർ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന
ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് രണ്ടാമത്തെ ഈ ഒരു കണ്ടീഷൻ വരാം. നഴ്സറികൾക്കൊന്നും ഈ ഒരു കണ്ടീഷൻ വരുന്നില്ല. അവർക്ക് ഈ ഫസ്റ്റ് കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഈ ഹയർ എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഈ ഒരു രണ്ടാമത്തെ കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ്? അവർ ഓൺ ചെയ്തോ അല്ലെങ്കിൽ 50% ഫണ്ടിങ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഫണ്ടിങ് ചെയ്യേണ്ടത് ലോക്കൽ ഗവൺമെന്റ് ആയിരിക്കണം എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, എഡ്യൂക്കേഷൻ സെക്ടർ ഇത്രയേ ഉള്ളൂ, 2 കണ്ടീഷനേ ഉള്ളൂ. ആ 2 കണ്ടീഷൻ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ 0 റേറ്റഡ് ആയിരിക്കും വാറ്റ് വരുന്നത്. 0 റേറ്റഡ് ആയിരിക്കും. ഓക്കെ, 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നവരാണെങ്കിൽ 0 റേറ്റ് ആയിരിക്കും അവിടെ വരുന്ന വാറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു 0 റേറ്റ് മാത്രമല്ല എക്സംപ്റ്റ് സപ്ലൈ എല്ലാം വരുന്നുണ്ട് അതിനകത്ത്. അപ്പോ 0 റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് സാധാരണ ഒരു എഡ്യൂക്കേഷൻ സർവീസ് ആണ് കൊടുക്കുന്നെങ്കിൽ അവിടെ 0 റേറ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ആ ഒരു സർവീസ് കൊടുക്കാൻ, എഡ്യൂക്കേഷൻ സർവീസ് കൊടുക്കാനായിട്ട് വേണ്ടി വരുന്ന കുറച്ച് മെറ്റീരിയൽസ് ആണ്. നമ്മൾ ഹെൽത്ത് കെയർ പറഞ്ഞല്ലോ, അപ്പൊ ഒരു സർജറി എന്നൊക്കെ പറയുന്നത് 0 റേറ്റ് ആണ്. ആ സർജറിക്ക് വേണ്ടി വരുന്ന കുറെ മെറ്റീരിയൽസും 0 റേറ്റ് ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെയുണ്ട്, നമ്മൾ എഡ്യൂക്കേഷൻ സർവീസ് കൊടുക്കുകയാണ്, അതായിട്ട് ഡയറക്ട്ലി റിലേറ്റ് ചെയ്ത് വരുന്ന എഡ്യൂക്കേഷൻ സർവീസുകളായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറെ ഗുഡ്സ്, സപ്ലൈ ഓഫ് ഗുഡ്സ് ഉണ്ട്. എഡ്യൂക്കേഷൻ സർവീസ് ആയിട്ട് ഡയറക്ട്ലി റിലേറ്റ് ചെയ്ത് വരുന്ന സപ്ലൈ ഓഫ് ഗുഡ്സ് ഉണ്ട്. ഗുഡ്സുകൾ കുറച്ചുണ്ടാവും. ഓക്കെ, ഇപ്പോ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഉണ്ടാവും, പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, അവർ പറഞ്ഞിട്ടുള്ള ഒരു പ്രൈവറ്റ് പാർട്ടിയുടെ ടെക്സ്റ്റ് ബുക്ക് അല്ല, നമ്മൾ ആ ഒരു ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള, ആ ഒരു അപ്രൂവ്ഡ് ആയിട്ടുള്ള ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ വർക്ക് ബുക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ലാബിന്റെ ലാബൊക്കെ ഉണ്ടെങ്കിൽ ആ ലാബിന്റെ മാനുവൽസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ കരിക്കുലം അപ്രൂവ്ഡ് ആയിട്ടുള്ള ആ ഒരു മെറ്റീരിയൽസ്, ലേണിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് 0 റേറ്റ് ആയിരിക്കും. ഓക്കെ, കരിക്കുലം അപ്രൂവ്ഡ് ആയിട്ടുള്ള ലേണിംഗ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് 0 റേറ്റ് ആയിരിക്കും. ഈ ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളെല്ലാം, വർക്ക് ബുക്കും കാര്യങ്ങളെല്ലാം 0 റേറ്റ് ആയിരിക്കും എന്നാണ് ആ ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ആ ഒരു സർവീസ് ആയിട്ട് ഡയറക്ട്ലി വരുന്ന സപ്ലൈ ഓഫ് ഗുഡ്സ് ഉണ്ട്. ഈ പറഞ്ഞിട്ടുള്ള പ്രിസ്ക്രൈബ്ഡ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ആയിക്കോട്ടെ, അപ്രൂവ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ആയിക്കോട്ടെ, അപ്രൂവ്ഡ് ആയിട്ടുള്ള ലേണിംഗ് മെറ്റീരിയൽസ് എല്ലാവരും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെയും 0 റേറ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ്, നമ്മൾ വാറ്റിന്റെ ക്ലാസ് ഒക്കെ ആദ്യം തുടങ്ങുന്ന സമയത്ത് പറഞ്ഞു ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ എക്സംപ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ എക്സംപ്റ്റ് ആണെന്ന് പറഞ്ഞു. ആ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ഇവിടെയും വരുന്നുണ്ട്. എന്താണ്? സ്റ്റുഡൻസിനെ നമുക്ക് ഒരു സ്കൂൾ ബസ്സിൽ കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, സ്കൂൾ ബസ്സിനകത്ത് സ്റ്റുഡൻസിനെ കൊണ്ടുപോകുന്നുണ്ട്, അത് എക്സംപ്റ്റ് ആണ്. ആ ഒരു ആക്ടിവിറ്റി എക്സംപ്റ്റ് ആണ്. എഡ്യൂക്കേഷൻ സെക്ടറിനകത്ത് വരുന്ന ഒരു കാര്യമാണ് ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സ്റ്റുഡൻസ് ഇൻ സ്കൂൾ ബസ്. സ്കൂൾ ബസിന്റെ ആക്ടിവിറ്റി എല്ലാവരും എഡ്യൂക്കേഷൻ സെക്ടറിൽ വരുന്ന ഒരു കാര്യമാണ്. സ്കൂൾ ബസ് ആണല്ലോ, സ്കൂളിന്റെ ബസ്സാണ്. അപ്പൊ ആ ഒരു സ്കൂൾ ബസ് ഓടുന്നത് എന്താണ്? ഒരു എക്സംപ്റ്റ് സപ്ലൈ ആണ്. അപ്പൊ അതിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസ് ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നാണ് അതിന്റെ അർത്ഥം. ബാക്കിയെല്ലാം നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും, ഒരു സ്കൂൾ ബസിന്റെ തരുന്നത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, കാരണം അത് എക്സംപ്റ്റ് സപ്ലൈ ആണ്. അപ്പൊ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സ്റ്റുഡൻസിന്റെ സ്കൂൾ ബസ് എക്സംപ്റ്റ് ആണ്. ബാക്കി ആക്ടിവിറ്റീസ് 0 റേറ്റ് ആണ്. ഇപ്പൊ ഇവിടെ വരുന്ന സ്റ്റാൻഡേർഡ് റേറ്റ് എന്തിനായിരിക്കും? സ്കൂളിനകത്ത് വരുന്ന സ്റ്റാൻഡേർഡ് റേറ്റ് 0 റേറ്റ് എന്താണെന്ന് കണ്ടു. സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ സർവീസ്. ഡയറക്ട്ലി റിലേറ്റ് ചെയ്യുന്നത് എല്ലാവരും എഡ്യൂക്കേഷൻ സർവീസ് ആണ്. അപ്പൊ ഡയറക്ട്ലി റിലേറ്റ് ചെയ്യാത്ത കുറെ സപ്ലൈ ഓഫ് ഗുഡ്സ് ഉണ്ട്. എന്തൊക്കെയായിരിക്കും? സ്കൂൾ ബാഗ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു യൂണിഫോം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡയറക്ട്ലി റിലേറ്റ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ളതെല്ലാം സ്റ്റാൻഡേർഡ് റേറ്റിനകത്ത് വരുന്ന ഒരു കാര്യങ്ങളാണ്. ഇപ്പോ കരിക്കുലത്തിൽ ഇല്ലാത്ത ഓപ്ഷണൽ ബുക്കുകളൊക്കെ ഉണ്ടല്ലോ. നമ്മളുടെ നാട്ടിൽ ലേബർ ഇന്ത്യയൊക്കെ ഉണ്ടായില്ലായിരുന്നു. ആ ലേബർ ഇന്ത്യ എന്നൊക്കെ പറയുന്ന കരിക്കുലർ ആയിട്ട് ഡയറക്ട്ലി അപ്രൂവ്ഡ് ആയിട്ടുള്ള അല്ലാത്ത ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ ഒരു സ്റ്റഡി മെറ്റീരിയലിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ സെപ്പറേറ്റ് ബുക്കുകളൊക്കെ വാങ്ങിക്കാറില്ല പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളതൊന്നും ഡയറക്ട്ലി എന്താണ്, ഡയറക്ട്ലി റിലേറ്റഡ് അല്ല. അപ്പൊ അങ്ങനെയുള്ള ബുക്കുകളെല്ലാം എന്താണ് സ്റ്റാൻഡേർഡ് റേറ്റിനകത്ത് വാറ്റിനകത്ത് വരുന്ന ഒരു കാര്യങ്ങളാണ്. അതിപ്പോ ഒരു സ്റ്റേഷനറി പെൻസ് ആയിക്കോട്ടെ, പെൻസിൽസോ നോട്ട്ബുക്കുകളൊക്കെ എന്താണ് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യങ്ങളാണ്, ഡയറക്ട്ലി സർവീസ് ആയിട്ട് വരുന്നതല്ല. സ്കൂളിന്റെ ബാഗ്, യൂണിഫോം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 5% സ്റ്റാൻഡേർഡ് റേറ്റിനകത്ത് വരുന്ന ഒരു കാര്യങ്ങളാണ്. സ്കൂൾ യൂണിഫോം, ബാഗ്, ഈ ഒരു കരിക്കുലം ആയിട്ട് ബന്ധപ്പെട്ട് വരാത്ത കുറെ ബുക്കുകൾ, സ്റ്റേഷനറി ഐറ്റംസ്, പെൻസ്, പെന്നുകൾ, പെൻസിലുകൾ, നോട്ട്ബുക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം 5% വാറ്റ് ആപ്ലിക്കബിൾ ആണ്. ഇപ്പൊ ഒരു ട്യൂഷൻ ഇന്റർനാഷണൽ സ്കൂൾ, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ, ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഇല്ല, ഇവിടെ സ്കൂൾസ് ഒക്കെ ഇന്റർനാഷണൽ കോളേജ് ഇതൊക്കെ അതും വാറ്റ് ആയിരിക്കുമല്ലോ.
അവിടെയും വരുന്നത് ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ അത് യു എയിലാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ യു എയിലാവുമ്പോൾ യു എയിൽ രജിസ്റ്റേർഡ് ആണെങ്കിൽ നമ്മളുടെ പാറ്റ് എന്തായാലും ആപ്ലിക്കബിൾ ആയിരിക്കുമല്ലോ. പാറ്റിനകത്ത് രജിസ്റ്റേർഡ് ആണെങ്കിൽ പാറ്റ് ആപ്ലിക്കബിൾ ആയിരിക്കും എന്തായാലും. ആ രജിസ്ട്രേഷൻ ആണ് നോക്കണ്ടേ. പാറ്റിനകത്ത് രജിസ്റ്റേർഡ് ആണെങ്കിൽ യു എയിൽ നിലകൊള്ളുമ്പോൾ പാറ്റിനകത്ത് രജിസ്റ്റേർഡ് ആണെങ്കിൽ പാറ്റ് ആപ്ലിക്കബിൾ ആയിരിക്കും. അപ്പൊ അവിടെ വരുന്നതും ഇന്റർനാഷണൽ ആണെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി റിലേറ്റഡ് അല്ലാത്ത കാര്യങ്ങൾക്ക് 5% വരാം. ഓക്കെ, അതിപ്പോ ട്യൂഷൻ ഫീസ് ആയിക്കോട്ടെ, എക്സാം ഫീസ് ഒക്കെ ആയിക്കോട്ടെ, അതൊക്കെ 0 റേറ്റിനകത്ത് വരും. അല്ലെങ്കിൽ കരിക്കുലം അപ്രൂവ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ 0 റേറ്റിനകത്ത് വരും. സ്കൂൾ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ ക്വാളിഫയിങ് ആണെങ്കിൽ അത് 0% ആയിരിക്കും എക്സാമിനകത്ത് വരുന്ന കാര്യമാണ്. സ്റ്റാൻഡേർഡ് റേറ്റ് വരുന്നത് സ്കൂൾ യൂണിഫോം, ബാഗ്, കരിക്കുലത്തിൽ പറയാത്ത ബുക്കുകൾ, നോട്ട്ബുക്ക്, സ്റ്റേഷനറി ആയിട്ടുള്ള നോട്ട്ബുക്ക്, പേന, പെൻസിൽ, ഇതെല്ലാം സ്റ്റാൻഡേർഡ് റേറ്റിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോ ജസ്റ്റ് ഒന്ന് ഒരു 3 സെക്ടേഴ്സ് അപ്പൊ നോക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ഹെൽത്ത് കെയർ ആണ് നോക്കിയ ആദ്യം. ഹെൽത്ത് കെയർ സർവീസ്, എഡ്യൂക്കേഷൻ സർവീസ് എല്ലാം 0 റേറ്റ് വരുന്നതാണ്. അതിനകത്ത് ഹെൽത്ത് കെയറിനകത്ത് നമ്മൾ പറഞ്ഞു മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അപ്രൂവ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാവരും 0 റേറ്റ് ആയിരിക്കും. അതൊരു ഹ്യൂമൻ ബീയിങ്ങിനാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് 0% ആയിരിക്കും വരുന്നത്, അവിടെ വാറ്റ് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കിയിട്ടുള്ളത് അത് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഓക്കെ, ആ ആക്ടിവിറ്റീസും നമുക്ക് എന്താണ് 0 റേറ്റ് ആണ്. ഡയറക്ട്ലി റിലേറ്റ് ചെയ്ത് വരുന്ന ആക്ടിവിറ്റീസുകൾ, ഇപ്പൊ ഒരു ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ ആയിക്കോട്ടെ, ലാബുകളുടെ ടെസ്റ്റുകൾ ആയിക്കോട്ടെ, എക്സ്റേ, വാക്സിനേഷൻ, സർജറീസ്, ഇതെല്ലാം എന്താണ് റിലേറ്റ് ചെയ്ത് വരുന്ന ഹെൽത്ത് കെയർ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അവിടെ 0 റേറ്റ് ആയിരിക്കും. 0 റേറ്റ് അല്ലാത്തത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഡസ് നോട്ട് ഇൻക്ലൂഡ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. കോസ്മെറ്റിക് ട്രീറ്റ്മെന്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഫേസിനകത്തൊക്കെ തന്നെ കുറെ പേര് ചെയ്യാറുണ്ട്. എന്താണ് ഫേസ് ലിഫ്റ്റ്, നോസിന്റെ റീഷേപ്പിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള സർജറികളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതെല്ലാവരും എന്താണ് ഈ ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് വരുന്ന ഹെൽത്ത് കെയറിനകത്ത് സ്റ്റാൻഡേർഡ് റേറ്റ് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതേപോലെ തന്നെ B2B എന്താണ് ഹെൽത്ത് കെയറിനകത്ത് വരുന്ന സ്റ്റാൻഡേർഡ് റേറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് B2B ബില്ലുകൾ. ഞാനൊരു എഡ്യൂക്കേഷൻ സർവീസ് ഒരു കമ്പനിക്ക് കൊടുക്കുകയാണെങ്കിൽ അത് സ്റ്റാൻഡേർഡ് റേറ്റ് ആയിരിക്കും. ഓട്ടോമോട്ടീവിനകത്ത് പ്രോഫിറ്റ് മാർജിൻ സ്കീമാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. പ്രോഫിറ്റ് മാർജിൻ സ്കീം എന്ന് വെച്ചാൽ വാറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രോഫിറ്റിന്മേലായിരിക്കും, അല്ലാതെ ആ ഒരു വണ്ടിയുടെ വാല്യൂമേലല്ല. ഇത് മെയിൻ ആയിട്ട് സെക്കൻഡ് ഹാൻഡ് ഡീലേഴ്സിനാണ്. സെക്കൻഡ് ഹാൻഡ് വണ്ടികളൊക്കെ ഡീൽ ചെയ്യുന്ന ആ ഒരു പാർട്ടികൾക്കാണ് പ്രോഫിറ്റ് മാർജിൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റുക. പ്രോഫിറ്റ് മാർജിൻ കാണുന്നത് പർച്ചേസ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് എടുക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അതിന്മേലായിരിക്കും നമ്മൾ വാറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവിടെ 2 കണ്ടീഷൻസ് പറയുന്നുണ്ടായിരുന്നു. ഞാൻ പർച്ചേസ് ചെയ്യേണ്ടത്, ഞാനിപ്പോ ഒരു ഓട്ടോമോട്ടീവ് സെക്ടറിനകത്താണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ പ്രോഫിറ്റ് മാർജിൻ സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വണ്ടികൾ എനിക്ക് വിൽക്കാൻ വേണ്ടി കുറെ വണ്ടികൾ വേണം. ആ വണ്ടികൾ വാങ്ങേണ്ടത് ഞാനൊരു അൺരജിസ്റ്റേർഡ് പാർട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ എന്നെ പോലെ പ്രോഫിറ്റ് മാർജിൻ സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയിൽ നിന്നോ ആയിരിക്കണം. അതേപോലെ തന്നെ കാറ് ഇതിനു മുന്നേ ഞാൻ വാങ്ങിക്കുന്ന കാറ് ഇതിനു മുന്നേ സബ്ജക്റ്റ് വാറ്റ് ആയിരിക്കണം. ഇതിനു മുന്നേ ആ കാറിനെതിരെ വാറ്റ് കൊടുത്തിട്ടുണ്ടാവണം ഗവൺമെന്റിലേക്ക്. ഓക്കെ, 2 കണ്ടീഷൻ അതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള എഡ്യൂക്കേഷൻ സെക്ടർ ഫ്രം നേഴ്സറി മുതൽ ഹയർ എഡ്യൂക്കേഷൻ വരെ അതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. ഈ നേഴ്സറി പ്രീ സ്കൂളൊക്കെ ഒന്നും കുഴപ്പമില്ല. യൂണിവേഴ്സിറ്റി, ഹയർ എഡ്യൂക്കേഷൻ, കോളേജ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് ഹയർ എഡ്യൂക്കേഷൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു കണ്ടീഷനോട് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത് അത് ഓൺ ഡോർ 50% മോർ ഫണ്ടിങ് വരേണ്ടത് ഗവൺമെന്റിൽ നിന്നായിരിക്കണം. അതേപോലെ തന്നെ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള ഈ എല്ലാ എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള അവർ കവർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാവരും എന്താണ് അപ്രൂവ്ഡ് ആയിരിക്കണം, ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിരിക്കണം. മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ അപ്രൂവ്ഡ് ആയിട്ടുള്ള, അതോറിറ്റി അപ്രൂവ് ചെയ്തിട്ടുള്ള കരിക്കുലം പ്രൊവൈഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്രൂവ്ഡ് ആയിട്ടുള്ള, റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള, അതോറിറ്റി അപ്രൂവ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം എന്നാണ് എഡ്യൂക്കേഷൻ സെക്ടറിനകത്ത് പറയുന്നത്. അപ്പൊ അവർ പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ സർവീസുകൾക്ക് എല്ലാവർക്കും 0 ആയിരിക്കും. അത് ഡയറക്ട്ലി റിലേറ്റ് ചെയ്ത് വരുന്ന സപ്ലൈക്കും 0 ആയിരിക്കും. എക്സംപ്റ്റ് എന്ന് പറയുന്നത് സ്കൂൾ ബസ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സ്റ്റുഡൻസിന്റെ ആണെങ്കിൽ എക്സംപ്റ്റ് ആയിരിക്കും. സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോ അൺഅപ്രൂവ്ഡ്, ഓതറൈസ്ഡ് അല്ലാത്ത എന്ന് വെച്ചാൽ കരിക്കുലം പറയാത്ത എന്തെങ്കിലും ബുക്കുകളൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ നോട്ട്ബുക്കോ പെന്നോ പെൻസിലോ അങ്ങനെയുള്ള സ്കൂൾ യൂണിഫോമോ ബാഗോ ഇതെല്ലാം എന്താണ് സ്റ്റാൻഡേർഡ് റേറ്റിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അത് 5% ആയിരിക്കും. ഓക്കെ, ഈ 3 സെക്ടേഴ്സ് ആണ് നമ്മളിപ്പോ നോക്കിയിട്ടുള്ളത്. നമുക്ക് നാളെ ടൂറിസ്റ്റ് റീഫണ്ട് സ്കീം നോക്കാം, ബാക്കിയുള്ളവരിനോട് നോക്കാം. ഇതൊക്കെയാണോ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, അതേപോലെ തന്നെ ഓട്ടോമോട്ടീവ്, പ്രോഫിറ്റ് മാർജിൻ സ്കീം. ഈ എക്സാമ്പിൾ പറയുന്നതൊന്ന് എഴുതിയെടുക്കണേ, കാരണം ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ചോദിക്കുകയാണെങ്കിൽ പറയാൻ പറ്റണം.
അപ്പൊ അതുകൊണ്ടാണ് എക്സാമ്പിളിലൊക്കെ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്തായാലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ ഓക്കെ, അപ്പോ ഇത്രേ ഉള്ളൂ. എന്തായാലും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ അല്ലേ? അപ്പോ അങ്ങനെ മൈൻഡ് അപ്പ് ചെയ്യാലോ. ഓക്കെ, അപ്പോ നാളത്തേക്ക് കാണാം എന്തായാലും. താങ്ക് യു.